ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് +2 മാത്സിലെ ചാപ്റ്റർ 5 ആയ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിലെ എക്സസൈസ് 5.3ലെ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ y ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് നമുക്ക് dy/dx ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് ഡയറക്റ്റ് നമ്മൾ dy/dx കണ്ടുപിടിക്കുകയല്ല ചെയ്യുന്നത്. ആദ്യമേ ഈ ക്വസ്റ്റ്യനെ ഒന്ന് ചെറുതാക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ച സിംപ്ലസ്റ്റ് ഫോമില്ലേ, ആ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് ആക്കിയിട്ടാണ് നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് എക്സിന് ടാൻ തീറ്റ എന്ന് പറഞ്ഞ ഒരു വാല്യൂ കൊടുക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് എന്ത് വരും? തീറ്റാൻ ഇവിടെ നിർത്തുകയാണെങ്കിൽ ടാൻ ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായി? ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടി. ഇനി ഞാൻ ഈ എക്സ് ഉള്ള പ്ലേസിലേക്ക് എന്തിട്ട് കൊടുക്കാൻ പോവാം? ടാൻ തീറ്റ. അപ്പൊ y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2 ഇൻറ്റു എക്സിന്റെ പ്ലേസ് എന്തിടുക? ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു വന്നു. വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2 ടാൻ തീറ്റ അതുപോലെ തന്നെ വെച്ചു, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് നോക്കിക്കേ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ആണ്. അപ്പൊ നമ്മൾ +1 പഠിക്കുന്നുണ്ട് 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്താണ്? സീക് സ്ക്വയർ എക്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എക്സിന് വരെ എന്താ വന്നേക്കുന്നത്? തീറ്റയാണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയ്ക്ക് വരെ എന്ത് എഴുതാം? സീക് സ്ക്വയർ തീറ്റ എന്നും പറഞ്ഞ് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ബ്രാക്കറ്റിൽ 2 ഇൻറ്റു ടാൻ എന്ന് പറയുന്നത് എന്താണ്? സൈൻ ബൈ കോസ്. അപ്പൊ ടാൻ വരെ എന്ത് എഴുതാം? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ, ഇനി സീക്ക് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ കോസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ സീക്ക് സ്ക്വയർ എക്സ് എന്ത് വരും? 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് വരും. ആണല്ലോ. ഇനി ഇവിടെ എക്സിന് വരെ എന്താ വന്നേക്കുന്നത്? തീറ്റ. അപ്പൊ നമുക്ക് സീക്ക് സ്ക്വയർ തീറ്റയ്ക്ക് വരെ എന്ത് എഴുതാം? 1 ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. അതിനുശേഷം സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ ബൈ കോസ് തീറ്റ അതുപോലെ തന്നെ നിർത്തി. ഇനി ഈ ഡിനോമിനേറ്ററിനെ താഴെ കിടക്കുന്നതിനെ മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ അതിന്റെ റെസിപ്രോക്കൽ എന്ത് വരും? കോസ് സ്ക്വയർ തീറ്റ ബൈ 1 എന്ന് വന്നു. ഇനി നോക്കിക്കേ, ഇവിടെ ഒരു കോസ് തീറ്റ ഉണ്ട്, ഇവിടെ 2 കോസ് തീറ്റ ഉണ്ട്. അപ്പൊ ദേ ഇവിടുന്ന് ഒരെണ്ണം നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ബാലൻസ് നമുക്ക് എന്ത് വരും? സൈൻ ഇൻവേഴ്സ് ബ്രാക്കറ്റിൽ 2 സൈൻ തീറ്റ, ഇവിടുന്ന് ഒരു കോസ് പോകുമ്പോൾ എന്ത് വന്നു? ഒരു കോസ് തീറ്റ എന്ന് വന്നു. വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ്, നമ്മൾ +1 പഠിക്കുന്നുണ്ട് സൈൻ 2xന്റെ ഇക്വേഷൻ എന്താണ്? 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് പഠിക്കുന്നുണ്ട്. ഇത് ഇവിടെ നോക്കിക്കേ, കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എക്സിന്റെ പ്ലേസ് എന്താ വന്നിരിക്കുന്ന? തീറ്റ. അപ്പൊ നമുക്ക് ഇത് ഇത്രയത്തിനും എന്ത് എഴുതാം? സൈൻ 2 തീറ്റ എന്ന് എഴുതാം. ഇത്രയൊക്കെ ആണല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സും സൈനും കൂടി വരുമ്പോൾ അത് ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി എന്ത് വന്നു? 2 തീറ്റ എന്ന് പറഞ്ഞു. y ഈക്വൽ ടു ആണ് നമുക്ക് 2 തീറ്റ കിട്ടിയത്. അപ്പൊ y ഈക്വൽ ടു 2 ഇൻറ്റു തീറ്റയുടെ വാല്യൂ നമുക്കറിയാം എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ ഈ ഒരു വലിയൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ നേരെ ചെറുതാക്കിയത്. ഇനി ഇതിന്റെ വേണം എന്തെടുക്കാൻ? ഡെറിവേറ്റീവ് എടുക്കാം. അപ്പൊ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? വൈയുടെ ഡെറിവേറ്റീവ് dy/dx ഈക്വൽ ടു 2 ഒരു ഫംഗ്ഷന്റെ ഒപ്പം നിൽക്കുകയാണ്. അപ്പം 2 കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ 2 അതുപോലെ തന്നെ നമുക്ക് താഴത്തോട്ട് എഴുതാം. ഇനി അടുത്ത എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ്, അതായത് ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്താണ്? 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ ഈ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഇവിടെ ക്യാൻസൽ ചെയ്യാനൊന്നും ഇല്ല. അപ്പൊ ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ dy/dx ഈക്വൽ ടു 2 ഇൻറ്റു 1 എന്ത് വന്നു? 2 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്, അതായത് dy/dx എന്ന് പറയുന്നത് എന്ത് കിട്ടി? 2 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന്. ഇനി നമുക്ക് 10ാമത്തെ പ്രോബ്ലം നോക്കാം. y ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3x മൈനസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 1 മൈനസ് 3x സ്ക്വയർ. ഇതിൽ നിന്ന് നമുക്ക് dy/dx ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത 9ാമത്തെ പ്രോബ്ലം എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യനെ ഒന്ന് ചെറുതാക്കാൻ നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ എക്സിന് എടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ടാൻ തീറ്റ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്ത് വരും? ടാൻ ഇങ്ങോട്ട് പോകുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടി. ഇനി ഞാൻ എക്സ് ഉള്ള പ്ലേസിലേക്ക് എന്തിട്ട് കൊടുക്കാൻ പോവാ? ടാൻ തീറ്റ. അപ്പൊ എന്ത് വരും? y ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3 എക്സ് ഉള്ള പ്ലേസിൽ ടാൻ തീറ്റ മൈനസ് ഇവിടെ എക്സിന്റെ ക്യൂബാ, അപ്പൊ ടാന്റെ ക്യൂബ് എടുക്കണം. അപ്പൊ ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമ്മൾ +1 പഠിക്കുന്നുണ്ട് ടാൻ 3xന്റെ ഇക്വേഷൻ എന്താണ്? 3
ടാൻ എക്സ് മൈനസ് ടാൻ ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ എക്സ് എന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. ഇത് ടാൻ 3x ഇക്വേഷൻ അല്ലേ? എക്സിന് പകരം ഇവിടെ എന്ത് വന്നു? തീറ്റ വന്നല്ലേ? അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്, ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്താം? ടാൻ 3x വരെ ഇവിടെ തീറ്റ ആയതുകൊണ്ട് 3 തീറ്റ എന്ന് എഴുതാം. ഇനി നോക്കിക്കേ, ടാൻ ഇൻവേഴ്സും ടാനും കൂടി ക്യാൻസൽ ആയി പോയിട്ട് y എന്ത് കിട്ടി? 3 തീറ്റ എന്നും പറഞ്ഞ് കിട്ടി. Therefore y equal to 3 into തീറ്റയുടെ പ്ലേസ് എന്തിട്ട് കൊടുക്കുക? ടാൻ ഇൻവേഴ്സ് എക്സ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഫംഗ്ഷന് ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് എന്ത് വന്നു? dy ബൈ ഡി എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഒരു ഫംഗ്ഷൻ്റെ ഒപ്പം നിൽക്കുകയാണ്. അപ്പോൾ 3യുടെ ഡെറിവേറ്റീവ് അതുപോലെ തന്നെ എഴുതുക. ഇനി ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ എന്താണ്? 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വന്നു? 3 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? 3 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി.